കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2 മുതൽ 4 വരെ കോഴിക്കോട് നടക്കും. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക അന്തരിച്ച സിഒഎ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തണ്ടിലത്ത് വിജയന്റെ വീട്ടിൽ നിന്നും ജാഥ ക്യാപ്റ്റനും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ എം രാജ്മോഹൻ ഏറ്റുവാങ്ങി. പതാക ജാഥയ്ക്ക് പരപ്പനങ്ങാടി പയനിങ്ങൽ, ചങ്കരൻകുളം, എടപ്പാൾ, പൊന്നാനി, താനൂർ, വള്ളിക്കുന്ന് അത്താണിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ചങ്ങരംകുളത്തു നിന്ന് പ്രയാണം ആരംഭിച്ച് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ എം രാജ്മോഹൻ നയിക്കുന്ന പതാക ജാഥ പ്രയാണമാണ് ഇതുവഴി കടന്നുവരുന്നത്. പ്രിയമുള്ളവരെ, കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന വിട പറഞ്ഞ തണ്ടിലത്ത് വിജയേട്ടന്റെ ചങ്ങരംകുളം മാന്തടത്ത് വീട്ടിൽ നിന്നും ഏറ്റുവാങ്ങിയ പതാകയുമായി ജാഥ ക്യാപ്റ്റൻ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീ എം രാജ്മോഹൻ നയിക്കുന്ന പതാക ജാഥയാണ് ഇതുവഴി കടന്നുവരുന്നത്. അതിവേഗം ആധുനിക വസ്തുക്കളുടെ സാങ്കേതിക മാറ്റങ്ങൾ, കോർപ്പറേറ്റ് കമ്പനികളുടെ അധിനിവേശം തുടങ്ങിയ കേബിൾ ടിവി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പതാക ജാഥ കോഴിക്കോട് കടപ്പുറത്ത് അവസാനിച്ചു. സിഒഎ തിരൂരങ്ങാടി മേഖലാ സെക്രട്ടറി ഗിരീഷ് കുമാർ പി, സിഒഎ മലപ്പുറം ജില്ലാ സെക്രട്ടറി സാജിദ് കെ, പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ ഉസ്മാൻ എ, സിപിഎം തിരൂരങ്ങാടി ഏരിയ സെന്റർ കാർത്തികേയൻ ടി, വ്യാപാര വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി വിനോദ്, സിഒഎ സംസ്ഥാന സമിതി എക്സിക്യൂട്ടീവ് അംഗം രാജ്മോഹൻ മാമ്പ്ര, സിഒഎ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ സി, തിരൂരങ്ങാടി മേഖലാ പ്രസിഡന്റ് ഫൈസൽ ഓടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വി ന്യൂസ്, പരപ്പനങ്ങാടി. Chamano International Jewelers, traditionally trusted for 160 years.